ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ബീയിങ് എ ടീച്ചർ ഇൻ ന്യൂസിലൻഡ്. അപ്പം ഈ ഒരു വിഷ്വൽസിൽ കാണുന്നത് പോലെ ഞാനൊരു PLD പ്രോഗ്രാമിന് പോയതാണ്. PLD എന്ന് വെച്ചാൽ പ്രൊഫഷണൽ ലേണിംഗ് ഡെവലപ്മെൻറ്റ്. അത് നടന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഒട്ടാഗോയിലായിരുന്നു. അത് സയൻസ് ടീച്ചേഴ്സിന് വേണ്ടി ഓരോ വർഷവും യൂണിവേഴ്സിറ്റി ഓഫ് ഒട്ടാഗോ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പ്രൊഫഷണൽ ലേണിംഗ് ഡെവലപ്മെൻറ്റ്സിനായിട്ട് നമ്മളുടെ സെക്കൻഡറി ടീച്ചേഴ്സിൻ്റെ യൂണിയൻ, അതുപോലെ സ്കൂള്, മിനിസ്ട്രി ഒക്കെ ഒരുപാട് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കരിയർ ഗ്രോത്ത്, നമ്മൾക്ക് ഒരു ബെറ്റർ ലേണിംഗ്, കുറച്ചുകൂടി കൂടുതൽ നന്നായി നമുക്ക് വർക്കിന് വേണ്ടിയിട്ട് നമുക്ക് കാര്യങ്ങൾക്ക് ശ്രമിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് മറ്റ് ആളുകളുമായി ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെ ഉള്ളൊരു അവസരങ്ങളാണ് PLD എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഗ്രോത്തിന് പറ്റുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മുടെ സ്കൂൾ അത് ഫുൾ ഫണ്ട് ചെയ്യും. അതുപോലെ എനിക്ക് കിട്ടിയൊരു അവസരമായിരുന്നു ഇത്. അപ്പം ഇത് നടന്നത് സൗത്ത് ഐലൻഡിൽ ഡെനഡി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം ഇതിൻ്റെ വേറൊരു വശം എന്ന് വെച്ചാൽ നമുക്ക് ഫുള്ള് അക്കോമഡേഷൻ, ട്രാവൽ എല്ലാം ഫണ്ടഡ് ആണ്. അപ്പം നമുക്കിപ്പോൾ അവിടുത്തെ സ്ഥലങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച മുന്നേ അല്ലെങ്കിൽ അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള പോലെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാം. അപ്പം അങ്ങനെ ഞാൻ ബുക്ക് ചെയ്ത് ഞാൻ കുറേ ട്രാവലും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പ്രൊഫഷണൽ ലേണിംഗ് ചെയ്തു. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ചുമ്മാ കുറേ സെമിനാർ പോലെ ഒരു ഹോളിൽ ഇരിക്കുക, കുറേ ആളുകൾ വരിക, അങ്ങനെയൊന്നുമല്ല. ഇത് കുറേ ഫീൽഡ് ട്രിപ്സ് ഉണ്ടായിരുന്നു. അതുപോലത്തെ ഒരു ഫീൽഡ് ട്രിപ്പിൽ പോയതാണ് ഈ കാണുന്നത്. അവിടെ അടുത്തുള്ള ഒരു എക്കോ സാങ്ച്വറി, ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇൻഡിജീനിയസ് ആയിട്ടുള്ള ന്യൂസിലൻഡിലെ ബേർഡ്സും ട്രീസ്, പ്ലാന്റ്സ് ഒക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു. വളരെ എന്താ പറയുക, നമുക്ക് ഒരുപാട് അറിവ് കിട്ടുന്നതായിരുന്നു. പ്രത്യേകിച്ച് ഞാനൊരു ഫിസിക്സ് ടീച്ചർ ആയതുകൊണ്ട് ഇത് നല്ലതായിരുന്നു. പിന്നെ 2 ഫീൽഡ് ട്രിപ്പ് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ പോകുന്നത് ന്യൂസിലൻഡ് മറൈൻ സെൻറ്ററിലേക്കാണ്. ഇവിടെ കുറേ അടിപൊളിയായിരുന്നു. ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം ഇതിൻ്റെ നമുക്കൊന്നും ഫണ്ടഡ് അല്ല, അതായത് നമുക്കൊന്നും പൈസ ചിലവില്ല. നമുക്കിങ്ങനെ കുറേ ആളുകളെ മീറ്റ് ചെയ്യാം. കുറേ ടീച്ചേഴ്സായിരുന്നു ഇതെല്ലാം, ന്യൂസിലൻഡിൻ്റെ അക്രോസ് ഉള്ള ടീച്ചേഴ്സ്. അപ്പോൾ അവരൊക്കെ കാണാൻ പറ്റി. ഒപ്പം തന്നെ ഇതുപോലത്തെ കുറേ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് അങ്ങനെ കിട്ടിയതായിരുന്നു. അപ്പോൾ ന്യൂസിലൻഡ് മറൈൻ എക്കോസിസ്റ്റത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റി ഓഫ് സീ ക്രിയേച്ചേഴ്സ്. ഞാൻ ഫിസിക്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് വലിയ അറിവൊന്നുമില്ല. ബട്ട് ഇത് ഒരു മൈൻഡ് ബ്ലോയിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതായി കാണുന്നത് ക്രേഫിഷാണ്, ഒരുപാടുണ്ട് ഇവിടെ. അങ്ങനെ നമുക്ക് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ സെക്കൻഡറി ടീച്ചേഴ്സാണ്, നമ്മുടെ സ്റ്റുഡൻസ് നെക്സ്റ്റ് പോകുന്നത് യൂണിവേഴ്സിറ്റിയിലേക്കാണ്. അപ്പോൾ അതിനായിട്ട് യൂണിവേഴ്സിറ്റീസ് എന്തൊക്കെയാണ് അവരവിടെ ചെയ്യണത്, അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ടീച്ചിങ് മെത്തേഡ്സ്, ടീച്ചിങ് എന്തൊക്കെ ഡെവലപ്പ് ചെയ്യാം, അവർക്ക് ആ ട്രാൻസിഷൻ കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നതിന് മുന്നേ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഞാൻ അറിഞ്ഞൊരു കാര്യം, യൂണിവേഴ്സിറ്റി ഓഫ് ഒട്ടാഗോയിലായിരുന്നു ഇത്. ഇവിടെ ഇപ്പം ഒരു ലെക്ചറായിട്ട് കയറണമെങ്കിൽ PhDയുടെ ആവശ്യമില്ലെന്നാണ് അറിഞ്ഞത്. എന്തൊക്കെയാണ് എനിക്ക് കറക്റ്റ് അറിയില്ല. ബട്ട് PhD ഈസ് നോട്ട് എ റിക്വയർമെൻറ്റ് ടു ഹാവ് എ ലെക്ചർ പൊസിഷൻ ഇൻ യൂണിവേഴ്സിറ്റി ഓഫ് ഒട്ടാഗോ. അത് എല്ലായിടത്തും അങ്ങനെയാണോ എനിക്കല്ല. ഈ കാണുന്നത് ഈ സീ ക്രിയേച്ചർ, ഇപ്പോൾ ഇവരൊരു മറൈൻ സ്റ്റഡീസ് ആണ്. ഒരുപാട് PhD ചെയ്യുന്നവരൊക്കെ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്, മറൈൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അതിനെ കൾട്ടിവേറ്റ് ചെയ്യുന്ന, പ്രിസർവ് ചെയ്യുന്ന ഇതാണ്. ഓരോ സ്പീഷീസിനെയും പ്രിസർവ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. പിന്നെ പലതരത്തിലുള്ള രീതിയിൽ ഇവിടുത്തെ അക്വേറിയം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ സാമ്പിൾസിൻ്റെ ഉള്ളിലുള്ള മൈക്രോ ക്രീച്ചേഴ്സ് ഇൻ സീ ആണ്, പ്ലാങ്ക്ടൺസ്. അതുപോലെ തന്നെ സ്മോൾ ജീവനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചിരുന്നു. അതൊരു മൈൻഡ് ബ്ലോയിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഒരു PLDക്ക് ഞങ്ങളുടെ ആ ഗ്രൂപ്പിൽ ഒരു 10 ടീച്ചേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് സ്കൂൾ മെയിൻ ഹോളിഡേയ്സിലാണ്. ജാനുവരി ജസ്റ്റ് സ്കൂൾ തുറക്കുന്ന വീക്കിൻ്റെ ബിഫോറാണ് ഇത് എല്ലാ ഇയറും കണ്ടക്ട് ചെയ്യുന്നതാണ്. വളരെ അടിപൊളി ഒരു പ്രോഗ്രാമാണ്. പിന്നെ ഞങ്ങൾക്ക് ഒരു ഫ്രീ ഈവനിങ് ഉണ്ടായിരുന്നു. ഫ്രീ ഈവനിങ്ങിൽ നമ്മൾക്ക് ഡിന്നർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഒക്കെ. അതുപോലെ തന്നെ ഇതൊരു ഫൺ ലേണിംഗ് എൻവയോൺമെൻ്റ് ആണ്. ഇറ്റ് ഈസ് ജസ്റ്റ് നോട്ട് സംതിങ് ദാറ്റ് വി സിറ്റ്
and somebody from a knowledgeable person coming and talking. It is not like that what we have been thinking. It's something different. അതുപോലെ തന്നെ ഈ കാണുന്ന ഞാനെടുത്തിരിക്കുന്ന ഈ സംഭവം എന്ന് പറയുന്നത് സീ ക്യുക്കുംബറാണ്. ഇതിനെയൊക്കെ നമുക്ക് ടച്ച് ചെയ്യാം. ഇഫ് യു ആർ നോട്ട് സ്കേർഡ് എന്നൊക്കെ ഉള്ളത്. ദ സ്റ്റാർ ഫിഷ് ഇതൊക്കെ അവിടെ നമുക്ക് എന്താ പറയുക ഇഷ്ടമാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ ചിന്തിക്കുമായിരുന്നു ചിലപ്പോൾ ഇതൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എക്സ്പോസ്ഡ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ വേ ഓഫ് ലൈഫ് തന്നെ മാറിപ്പോയി. ചിലപ്പോൾ ഞാൻ ഒരു ബയോളജിസ്റ്റൊക്കെ ആയിപ്പോയത്, കാര്യം അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ന്യൂസിലൻഡിൽ ടീച്ചറായിട്ട് വരുന്നവർ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു മറ്റ് കൺട്രീസിലൊക്കെ ഇങ്ങനെ ആയിരിക്കും. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആ സംഭവം. അത് ഞാൻ മറന്നുപോയി എന്താണ് അതിലിങ്ങനെ ടച്ച് ചെയ്യാൻ ആ ക്രിയേച്ചറിനെ അതിൻ്റെ പേര് ഞാൻ മറന്നു. അതിന് ടച്ച് ചെയ്യാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സെക്കൻഡറി ടീച്ചേഴ്സ് ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു ഇതാണ്. നമുക്ക് നമ്മുടെ HODs ഒക്കെ പറഞ്ഞിരുന്നത് ഇങ്ങനെ ഒരു PhD ഉണ്ട് നിങ്ങൾ പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. ചില HODs ഒക്കെ ബിസി ആയിരിക്കും. അപ്പം നമ്മൾ തന്നെ ഇങ്ങനെ നോക്കുക, നമ്മുടെ സബ്ജക്റ്റ് റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ബുക്ക് ചെയ്യുക, സ്കൂളിന് പറയുക. അവരതെല്ലാം വെരി ഹാപ്പി ടു ഹെൽപ്പ് അസ് എന്നുള്ളതാണ്. നമ്മുടെ ലേണിങ്, നമ്മുടെ പ്രാക്ടീസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തിനു വേണ്ടി പുറപ്പെട്ടാലും നമ്മുടെ കളീഗ്സൊക്കെ വളരെ അധികം നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഈ പേഴ്സൺ ഹീസ് ഫ്രം സൗത്ത് ആഫ്രിക്ക ആളായിരുന്നു ഞങ്ങൾക്ക് ഇതിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞത്. ഞങ്ങളിവിടെ സാമ്പിൾ സ്റ്റഡീസ് നടത്തി. ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ആ ഒരു ഐ സ്ക്വയർ പോലത്തെ സംഭവം ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എത്ര ലൈഫുണ്ട്. അത് ഭയങ്കര എന്നെ സംബന്ധിച്ചൊരു ഐ ഓപ്പണിംഗ് ആയിരുന്നു. നമ്മൾ നടന്നു പോകുന്ന സ്ഥലത്ത് വരെയും ഒരുപാട് ജീവികളുണ്ട്. ഈവൻ ഈ ഒരു കല്ലിൻ്റെ അടിയിൽ നോക്ക് എന്തുമാത്രം ജീവികളാണ് എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ എനിക്കൊരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. അതോടൊപ്പം ഈ ഒരു ട്രാവലിൽ ഞാൻ ഒരുപാട് സൗത്ത് ഐലൻഡ് ആയതുകൊണ്ട് ഞാൻ ഞാൻ 1 വീക്ക് ബിഫോർ ഇവിടെ വന്നു. എന്നിട്ട് ഞാൻ കുറേ ട്രാവലൊക്കെ ചെയ്തു. സോ ഇറ്റ് വാസ് സച്ച് ആൻ അമേസിങ് എക്സ്പീരിയൻസ് ഫോർ മീ ആൻഡ് ഐ മേഡ് ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. അതൊക്കെയാണ് ഈ ഇങ്ങനത്തെ ഒരു PhDയുടെ അഡ്വാൻറ്റേജ്. പിന്നെ നൈറ്റ് ടൈമിൽ നമുക്ക് 1-2 അവർ ഇങ്ങനെ വേറൊരു സെഷനുണ്ട്. ഇത് ഞങ്ങളുടെ ഡിന്നർ എന്നുള്ളതാണ്. പിന്നെ ഡിന്നർ കഴിച്ച് ഞങ്ങൾ നടന്നു പോകുന്നു. ഈ ഹോട്ടലിലായിരുന്നു ഡിന്നർ. പിന്നെ ഇതായിരുന്നു ഞങ്ങൾ അത്രയും ആൾ